Searching for greatness. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് മലബാറിൻ്റെ സ്വന്തം സ്നാക്ക് റെസിപ്പിയായ ഇറച്ചിപ്പത്തിലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം, എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിനൊരു ഫില്ലിംഗ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഞാനിവിടെ റെഡിയാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടോ കൊഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ മുട്ട വെച്ചിട്ടോ എന്ത് യൂസ് ചെയ്തിട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചിക്കൻ്റെ ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു 4-5 പീസ് അതിൻ്റെ എല്ലില്ലാത്ത പീസാണ് എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ നമുക്കത് ചിക്കൻ എടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ആ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതിലേക്ക് ഉപ്പും ആവശ്യത്തിന് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ വെക്കുക. സമയമില്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ ബാക്കി പണികൾ തീരുന്ന സമയം കൊണ്ട് ഇത് അവിടെ ആക്കി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 4 സവാളയാണ്, പിന്നെ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 4 ഗ്രീൻ ചില്ലി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട്, അപ്പോൾ അതും കൂടെ തയ്യാറാക്കി വെക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡോയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയും ആട്ടയും ഈക്വൽ പാർട്ടായിട്ട് എടുത്തിട്ട് ഈക്വൽ അളവിലെടുത്തിട്ട് ഞാനത് ഉപ്പ് ഇട്ടിട്ട് വെള്ളവും കൂട്ടി കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല ആ ഒരു പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. ഇനിയിപ്പോൾ ആട്ട മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ മൈദ മാത്രമാണെങ്കിൽ അങ്ങനെ. ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ എന്തിലാണോ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നത് അത് ഒഴിക്കുക. എന്നിട്ട് ചിക്കന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു സെയിം ഓയിലിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓയിൽ കുറച്ച് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാനതൊന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഇത് വാട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ നിറം ആവുകയും ചെയ്യണം. നമുക്ക് ഉള്ളി വാടി വരുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. ആ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ അത് ചിക്കൻ എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ കറിവേപ്പില മല്ലിപ്പൊതിന ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഫ്ലെയിമിൽ നിന്ന് ഇറക്കി വെക്കാം നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഡോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുക. എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇറച്ചിപ്പത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെച്ച് അത് കട്ട് ചെയ്ത് ാണ്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഫില്ല് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓക്കെ,
നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലോ വെളിച്ചെണ്ണയോ എന്തും യൂസ് ചെയ്യുക. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഈ ഇറച്ചിപ്പത്തിൽ മൊത്തം ഇതിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ അത് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് കോരി എടുക്കുക. അപ്പോൾ എല്ലാം തന്നെ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. ചായക്കൊപ്പം ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് അടിപൊളിയാണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാനും അടിപൊളിയാണ്. പിന്നെ ചിക്കൻ വെച്ചിട്ടോ കൊഞ്ചൻ വെച്ചിട്ടോ എന്താണ് നിങ്ങൾ ചോയ്സ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.